നമസ്കാരം. ഈസ്മെന്റുകൾ നമ്മളൊക്കെ പേടിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇത്ര പേടിക്കേണ്ട ഒരു കാര്യമാണോ? ഈസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കുള്ളൊരു അവകാശമാണ്. അതൊരു ലീഗൽ ഓണർഷിപ്പ് അല്ല. എന്തൊക്കെയാണ് സാധാരണ ഈസ്മെന്റുകൾ? ഇപ്പം ഒരു വ്യക്തികൾക്ക് നിങ്ങളുടെ ലാൻഡിൽ അവകാശം ഉണ്ടാകാം. ഇപ്പോൾ വീടിൻ്റെ പുറകിലൊരാളുണ്ട്, അയാൾക്ക് ആ വീട്ടിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഒരു വഴി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു ഈസ്മെന്റ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു പുഴയുണ്ട്, ആ പുഴയിലേക്ക് ഒരു ബോട്ടൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്കൊരു ബോട്ട് റാമ്പ് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ഇനി സർവീസുകൾ, ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ അങ്ങനെയുള്ള കണക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ ലാൻഡ് അവർക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ലാൻഡിൽ വരികയാണ്, അല്ലെങ്കിൽ ഒരു സൂവർ ആൻഡ് ഡ്രെയിനേജ് ലൈൻ വരികയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഈസ്മെന്റിലൂടെ അവർക്ക് നിങ്ങളുടെ ലാൻഡിന്റെ അവകാശം ഉപയോഗിക്കാൻ പറ്റും. ഓൺലി തിങ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഏത് സമയത്തും ഈ ലാൻഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ മോഡിൽ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് പണിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈസ്മെന്റ് എപ്പോഴാണ് പ്രശ്നമായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ ട്രാൻസ്ഫോമർ ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഡ്രെയിനേജ് അല്ലെങ്കിൽ സൂവർ ലൈൻ അവിടെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വീടിന്റെ ഭംഗിക്കൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതർവൈസ് നമുക്ക് വീടിന്റെ പുറകിലാണെങ്കിൽ, സൈഡിലാണ്, പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ള ലുക്കിനെ ഒന്നും ബാധിക്കുന്നില്ലെങ്കിൽ ഈസ്മെന്റ് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സബ് ഡിവിഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൊമേഴ്ഷ്യൽ സൈഡിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പം നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഈസ്മെന്റ് ഉണ്ടെന്ന് മാത്രം വിചാരിച്ച് ആ ഡീൽ നിങ്ങൾ കളയേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പം നന്ദി, നമസ്കാരം.